പ്രിയ പ്രേക്ഷകരെ, കാർ കത്തിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടി. സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പൂതക്കുളം ഇടയാടിയിൽ കാറിന് തീയിട്ട ശേഷം ഒളിവിൽ പോയ പ്രതിയെ പരവൂർ പോലീസ് പിടികൂടി. പൂതക്കുളം മിനി സ്റ്റേഡിയത്തിന് സമീപം ലതമന്ദിരത്തിൽ ശംഭു എന്ന് വിളിക്കുന്ന സന്ദേശ് 28 പോലീസിൻ്റെ പിടിയിലായത്. 6 വർഷമായി സന്ദേശ് തിരുവനന്തപുരം വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരകുളം കാച്ചാണി ശ്രീരുദ്ര വീട്ടിലാണ് താമസം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇടയാളിയിൽ നാട്ടുകാരെ പരിഭ്രാന്തരാക്കിക്കൊണ്ട് സുഹൃത്തുക്കളായ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സന്ദേശിൻ്റെ സുഹൃത്ത് ജയകണ്ണനും സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന കാറിനാണ് തീയിട്ടത്. ജയകണ്ണൻ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച കാറാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കൂടാതെ കണ്ണനെ വെട്ടുകത്തി ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചതിന് ശേഷം സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഘർഷമാണ് കാർ കത്തിക്കലിൽ കലാശിച്ചത്. സംഘർഷത്തിലുണ്ടായിരുന്ന വെൺകുളം സ്വദേശി ആദർശും സന്ദേശ് 2023 വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ്. കേസ് സംബന്ധിച്ചുള്ള സംസാരമാണ് തർക്കത്തിലേക്ക് നയിച്ചത്. സംഭവത്തിന് ശേഷം പോളച്ചിറയിലെ ഉപയോഗിക്കാത്ത പന്നിഫാമിൽ ഒളിവിൽ താമസിച്ചിരുന്ന സന്ദേശിനെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഉപയോഗിച്ചാണ് കണ്ടെത്തിയത്. പോലീസ് ഫാം വളഞ്ഞ് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പരൂർ SHO ദീപുവിൻ്റെ നേതൃത്വത്തിൽ SI വിഷ്ണു, സജീവ്, SCPO അജേഷ്, CPOമാരായ നന്ദു, സച്ചിൻ, അഭിരാജ്, വൃന്ദാവൻ, വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി. എന്തായാലും കാറ് നിശേഷം കത്തി നശിച്ചു. അതിനകത്ത് ഒന്നും എടുക്കാനില്ല. ആ രീതിയിലാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. എന്തായാലും പരൂർ പോലീസ് ഇദ്ദേഹത്തിന് ഈ പന്നി ഫാമിൽ നിന്നാണ്, പോളച്ചിറയിൽ ഉപയോഗിക്കാത്ത പന്നി ഫാമിൽ ഒളിവിൽ താമസിച്ചിരുന്ന സന്ദേശിനെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഉപയോഗിച്ചാണ് കണ്ടെത്തിയത്. എന്തായാലും വരുന്ന വരവ് കണ്ടല്ലോ, ഒരു കുഴപ്പമില്ലാതെ വരുന്നത്. ആടിക്ക് എന്താ പറയാൻ സംഗതി. എന്തായാലും ഈ കാർ കത്തിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പരൂർ പോലീസാണ് പിടിച്ചത്. കണ്ടല്ലോ. ന്യൂസ് ഇന്ത്യ 24 കൊല്ലം.